തിരുവനന്തപുരത്ത് നിന്ന് മറ്റൊരു ബ്രേക്കിംഗ് ന്യൂസ് ഉണ്ട്. തിരുവനന്തപുരത്തെ പാളയത്തെ സർവകലാശാല ഹോസ്റ്റലിൽ മെൻസ് ഹോസ്റ്റലിൽ എക്സൈസ് വകുപ്പ് പരിശോധന നടത്തുകയാണ്. ഹോസ്റ്റലിൽ നിന്ന് 4 പാക്കറ്റ് കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട് എന്ന വാർത്ത വരുന്നു. ജിബിൻ ജേബിയാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. ജിബിൻ, പരിശോധന ഇപ്പോഴും മുന്നോട്ട് പോവുകയാണോ? എപ്പോഴാണ് ഈ എക്സൈസ് സംഘം അവിടേക്ക് ഹോസ്റ്റലിലേക്ക് എത്തിയത്? ഏകദേശം 1 മണിക്കൂർ മുമ്പാണ് തിരുവനന്തപുരം ഈ LMS ചർച്ചിന് സമീപത്തായുള്ള മെൻസ് ഹോസ്റ്റൽ, കേരള യൂണിവേഴ്സിറ്റി കീഴിൽ പ്രവർത്തിക്കുന്ന മെൻസ് ഹോസ്റ്റലിൽ ഇത്തരത്തിലൊരു പരിശോധന ആരംഭിച്ചത്. എക്സൈസ് സംഘത്തിന്റെ മിന്നൽ പരിശോധനയാണ്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോളേജ് അടച്ചതിന് ശേഷം ഈ വിവിധ ഹോസ്റ്റലുകളിൽ ഇവിടെ നിന്ന് പോകാതെ കുട്ടികൾ തുടരുന്നു എന്ന അറിയിപ്പ് എക്സൈസ് സംഘത്തിന് ലഭിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം മുതൽ പലയിടത്തും പല കോളേജുകളും ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് എക്സൈസ് മിന്നൽ പരിശോധന ആരംഭിച്ചത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പാളയം മെൻസ് ഹോസ്റ്റലിലും ഒരു പരിശോധന നടത്തിയത്. ഈ പരിശോധനയുടെ സമയത്താണ് 4 പാക്കറ്റ് കഞ്ചാവ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. പോലീസ് ഈ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ എക്സൈസ് സംഘം ഇപ്പോൾ ഈ ഹോസ്റ്റൽ കെട്ടിടത്തിനകത്ത് തന്നെ തുടരുകയാണ്. ഇവർ പല മുറികളും ഓരോ മുറികളായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. ആദ്യം താഴ്ത്ത നിലയിൽ നിന്ന് മാത്രം നടത്തിയ പരിശോധനയിലാണ് ഈ 4 പാക്കറ്റ് കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചും, അതായത് ഈ കോളേജ് മാർച്ച് തുടക്കത്തിലോടുകൂടി തന്നെ ഈ കോളേജ് ഹോസ്റ്റൽ അടച്ചിരുന്നു. പക്ഷേ വിദ്യാർത്ഥികളോട് 2 മാസം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ, വീടുകളിലേക്ക് പോയി 2 മാസം കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ മതി എന്ന ഹോസ്റ്റൽ അധികൃതർ അറിയിപ്പ് നൽകിയിരുന്നു. എന്നിട്ടും വിദ്യാർത്ഥികൾ അത് പോകാൻ തയ്യാറായില്ല. പല വിദ്യാർത്ഥികൾ ഇപ്പോഴും ഹോസ്റ്റലിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് എക്സൈസ് സംഘം ഒരു മിന്നൽ പരിശോധന നടത്തി. എന്തായാലും ഈ മിന്നൽ ഹോസ്റ്റൽ മുമ്പ് പലതരത്തിലുള്ള ആരോപണങ്ങൾ കേട്ടിരുന്നു. അതായത് വിവിധ കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ലാത്ത പുറത്തു നിന്നുള്ള ആളുകളും അവിടെ വരാറുണ്ടെന്നും താമസിക്കാറുണ്ടെന്നും ഒക്കെ അടക്കം. അപ്പോൾ ഇപ്പോൾ ആരൊക്കെയാണ് അവിടെ അന്തേവാസികളായിട്ടുള്ളത്? ഈ ഹോസ്റ്റലിനകത്ത് ഉള്ളവരൊക്കെ കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ വിദ്യാർത്ഥികളാണോ അല്ലയോ തുടങ്ങിയ പരിശോധനകളൊക്കെ നടത്തുന്നുണ്ടോ? അഭിലാഷ്, അത് തന്നെയാണ് പ്രധാനമായും ഈ എക്സൈസ് സംഘം ഇവിടെ എത്തിയത്. ഈ ഒരു കഞ്ചാവ് പിടിക്കുന്ന ഒരു ലക്ഷ്യം മാത്രമല്ല, ലഹരി പിടിക്കുന്ന ഒരു ലക്ഷ്യം മാത്രമല്ല. കാരണം ഈ ഒരു ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച്, ഈ ഒരു ഹോസ്റ്റൽ മാത്രമല്ല, കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള പല ഹോസ്റ്റലുകളിലും ഈ കോളേജ് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞ് പോയ വിദ്യാർത്ഥികൾ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ള ഒരു പ്രധാന പരാതി ഉയരുന്നുണ്ടായിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇത്തരക്കാരെ കൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊരു പരിശോധന നടത്തിയത്. ഏകദേശം ഈ ഹോസ്റ്റൽ കെട്ടിടം നേരത്തെ എക്സൈസ് സംഘത്തോട് സംസാരിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്, ഈ കേരള യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഡിഗ്രി കോഴ്സ് പൂർത്തിയാക്കി ഏകദേശം 5 വർഷം കഴിഞ്ഞിട്ട് പോലും പല വിദ്യാർത്ഥികളും ഈ ഹോസ്റ്റൽ കെട്ടിടത്തിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അത് സംബന്ധിച്ച ഒരു പരിശോധനയ്ക്ക് കൂടി ഇപ്പോൾ പോലീസും എക്സൈസ് തയ്യാറാക്കിയത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ ഈ ഒരു പരിശോധന ആരംഭിച്ചത്. എന്തായാലും ഈ ഒരു പരിശോധനയിൽ ഇപ്പോൾ പ്രധാനമായി കണ്ടെത്തിയിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ കേരള യൂണിവേഴ്സിറ്റിയിലെ കോഴ്സ് കഴിഞ്ഞിട്ട് പോലും ഇവിടേക്ക് തുടരുന്നു. ഇവിടെ ഈ യൂണിവേഴ്സിറ്റിക്ക് അകത്തുള്ള താമസം തുടരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇത്തരക്കാരുടെ ഓഡിയോയിൽ പ്രശ്നമുണ്ട്. ഈ കാലാവധി കഴിഞ്ഞിട്ട് ഈ വാർത്ത ഇതാണ് പ്രേക്ഷകർ അറിയിക്കാനുള്ളത്. കേരള സർവകലാശാലയുടെ പാളയത്തെ ഹോസ്റ്റലിൽ, വളരെ പുരാതനമായിട്ടുള്ളൊരു ഹോസ്റ്റലാണ്. അവിടെ മുമ്പും ഈ കാലാവധി കഴിഞ്ഞ വിദ്യാർത്ഥികളടക്കം അവിടെ അന്തേവാസികളായിട്ടുണ്ട്, പലരും വരുന്നുണ്ട് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ കേട്ടിരുന്നു. ഇപ്പോൾ ലഹരിയുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തുകയാണ്. പക്ഷേ അപ്പോഴും ഈ നമ്മൾ കളമശ്ശേരിയിലൊക്കെ കണ്ടതുപോലെ വലിയ ചാക്ക് കണക്കിന് കഞ്ചാവ് പിടിച്ചിട്ടില്ല. 4 പൊതി കഞ്ചാവാണ് ഇതുവരെയുള്ള പരിശോധനയിൽ എക്സൈസ് പിടികൂടിയിട്ടുള്ളത്. അതും ഗുരുതര സ്വഭാവമുള്ള ഒരു കാര്യമാണ്. ഈ വേനൽക്കാലത്ത്, അതായത് കോളേജ് അടയ്ക്കുന്ന സമയത്ത് ഹോസ്റ്റലിൽ നിന്ന് വീടുകളിലേക്ക് പോവാതെ വിദ്യാർത്ഥികൾ അവിടെ എന്തിനാണ് തങ്ങുന്നത്, വിദ്യാർത്ഥികൾ മാത്രമാണോ തങ്ങുന്നത്, വിദ്യാർത്ഥികളല്ലാത്ത ആളുകളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഈ എക്സൈസ് സംഘം അതുപോലെ തന്നെ പോലീസും പരിശോധിക്കുന്നുണ്ട്. ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ എക്സൈസ് വകുപ്പിന്റെ റെയ്ഡ് നടത്തുകയാണ്. ലഹരി നമ്മുടെ ചെറിയ തലമുറയെ പിടികൂടുന്നതിൽ വളരെ ജാഗ്രതായ നീക്കം ആവശ്യമുള്ള സമയമാണിത്. അതിന്റെ ഭാഗമായി കൂടി നമുക്ക് ഇതിനെ കാണാം.